ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എനിക്ക് 200 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയും, അവർക്ക് നല്ലത് മാത്രം വരട്ടെ എന്നും ആശംസിക്കുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി മുമ്പോട്ട് വീണ്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ 200 സബ്സ്ക്രൈബ് ആയതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ആ നന്ദി എല്ലാവരും അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് മീൻ കൊണ്ടാണ് കേട്ടോ. മത്തി. ഇതൊരു യൂട്യൂബർ ചെയ്തത് ഞാൻ കണ്ടതാണ്, അവരുടെ പേരെനിക്ക് മറന്നത്. അപ്പോൾ ഇതൊരു ഫംഗിസൈഡും കൂടെയാണ്, പിന്നെ ഫെർട്ടിലൈസറും കൂടെയാണ്. അപ്പോൾ ഇത് കണ്ടോ, ചില്ലി വൈറ്റ് ഫുള്ള് ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് എടുത്ത് വെച്ചത്. അപ്പോൾ ഇതിൽ ഒരു ബോട്ടിലേക്ക് നമ്മൾ ഈക്വൽ റേഷ്യയിലാണ് ഇത് എടുക്കുന്നത് കേട്ടോ. ഇത് ശർക്കരയാണ്. ശർക്കര 1/2 കിലോ, മത്തി 1/2 കിലോ. മത്തി നമ്മുടെ നാട്ടിൽ ചാളയെന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 2 ഈക്വൽ റേഷ്യയിലാണ് എടുക്കേണ്ടത്. ഇതിനെ ആദ്യം കുറച്ച് ശർക്കര ഈ ബോട്ടിലേക്ക്, നല്ലൊരു ഫംഗിസൈഡും ഫെർട്ടിലൈസറും കൂടെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഹെൽത്തി ആയിട്ട് ചെടികൾ വളരാനും ആ ലീഫൊക്കെ നല്ല പച്ചപ്പിൽ നിൽക്കാനും ഈ ഫെർട്ടിലൈസർ നല്ലതാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓരോ പുതിയ ഐറ്റം കാണുമ്പോൾ ചെയ്ത് നോക്കിയാലോ എന്ന്. ഒരു ലെയർ ശർക്കര, ഒരു ലെയർ മത്തി, അടുത്ത ലെയർ വീണ്ടും ശർക്കര ഇട്ട് കൊടുക്കണം, അടുത്ത് വീണ്ടും മത്തി ഒരു ലെയർ. കാക്ക വരുമ്പോഴാണ് എനിക്ക് പേടി കേട്ടോ. മത്തി കാണുമ്പോൾ ഇനിയിപ്പോൾ കാക്ക എനിക്ക് വരും, അല്ലെങ്കിലേ കാക്കയുടെ ശല്യം കൂടുതലാണ്. ഇങ്ങനെ ഓരോ ലെയർ മത്തി, ഓരോ ലെയർ ശർക്കര, അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മത്തി നമ്മൾ വാഷ് ചെയ്യുക ഒന്നും ചെയ്യണ്ട കേട്ടോ. വാങ്ങി ഡയറക്റ്റ് നമുക്ക് മുറിച്ച് അതിൻ്റെ വേസ്റ്റ് കളയുക ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ, ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതിങ്ങനെ അങ്ങ് വച്ചാൽ മതി കേട്ടോ. ശർക്കര ഉരുകി വരുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഉരുകി വരുമ്പോൾ സ്ലാറി ആകുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇത് ചീത്തയാകില്ല കേട്ടോ. ശർക്കര ഇട്ട് വെക്കുന്നത് കൊണ്ട് പുഴുവോ അങ്ങനെയൊന്നും വരത്തില്ല. നല്ല രീതിയിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.